അടിപതറാതെ ഉറച്ച കാൽവെപ്പുകളോടെ നമ്മെ നയിക്കാൻ ഇതാ സഖാവ് മന്മഥൻ. മൗസാണ് നമ്മുടെ ചിഹ്നം. തുടർ ഭരണത്തിന്റെ പുത്തൻ ഉണർവുകളുമായി നമ്മുടെ നാടിനെ മുന്നോട്ട് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഈ നേരം പൊളിച്ചാകുമ്പോ ഇവിടെ വന്ന് കുത്തിരുന്ന് ഈ ജാഥ കാണുക, ഈ ചൂടത്ത് പെരേ കുത്തിരുന്ന് തുടങ്ങി. നിങ്ങൾ പ്രായം നോക്കണ്ട. നിങ്ങള് ഏടോ ജാഥ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാടിന്റെ അങ്ങോട്ട് ഒരു ഉണർവുണ്ടാക്കണ സംഗതിയല്ലേ അത്? എന്തോണർവ്? എന്ത് വർത്താനം പറഞ്ഞ ഏടോ എലക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് റോഡ് നന്നാക്കലായി, ഇതാ കാണ നന്നാക്കലായി, തോരണം കെട്ടലായി, കൊടി വെക്കലായി, കാണാത്ത ആൾക്കാരെ മുഴുവൻ കാണലായി, മെമ്പർമാര്, അതുമാതിരിക്ക് നമുക്ക് ജയിച്ചു പോയിട്ടുള്ള MLA-മാര് ഇവരൊക്കെ നമ്മൾ കാണുന്ന സമയമാണ് അതൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും പെരുന്നാളിന് ഇന്നേ വരെ റോഡ് നന്നാക്കണ കണ്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഓണത്തിന് കൊടി വെച്ച് തോരണം കെട്ടണ കണ്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ എലക്ഷൻ ആണ്. എലക്ഷൻ വന്ന അതിന്റെ ഒരു സാറ് വേറെയാണ്. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതൻ ഞങ്ങളുടെ നേതാവ്. സുഗതൻ മാഷേ നേതാവേ. പറഞ്ഞു തീർന്നില്ല. ജാതിയാടാ വരുന്ന സുഗതം നയിക്കുന്ന ജാതിയാ, വലിയ ജാതിയാ. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതൻ ഞങ്ങളുടെ നേതാവ്. ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതൻ ഞങ്ങളുടെ നേതാവ്. സുഗതൻ മാഷേ മുന്നോട്ട്, മുന്നോട്ടങ്ങനെ മുന്നോട്ട്. ഓ എന്താ ഓന്റെ കൂടെ ആളില്ലല്ലോ പോയതോ? ആകെ രണ്ടാളല്ലോ. ഇത് കേൾക്കണോ? ഈ സുഗതൻ സ്കൂൾ മാസേനി. മാസം എന്ന് വെച്ചാൽ ഒരു എയ്ഡഡ് സ്കൂളിലെ മാസാ. ഇവിടുത്തെ മാനേജ്മെന്റ് സ്കൂളിലെ മാസേനി. ശരി. മാസ പണിക്കൊന്നും പഠിപ്പിക്കാനൊന്നും ഓൻ പോവില്ല. ഓൻ ഏത് നേരവും രാഷ്ട്രീയ. അങ്ങനെ ഇരിക്കുമ്പോ ഇവന് മത്സരിക്കാൻ ഒരു പൂതി വന്നു. മത്സരിക്കാൻ പൂതി വന്നപ്പോഴേക്ക് പിന്നെ മാനേജ്മെന്റ് സ്കൂളിലെ മാസന്മാര് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഉത്തരവും വന്നു. പോയില്ലേ? ഓനെന്താക്കി? ഓൻ സ്കൂളിലെ പണിയായിട്ട് രാജിച്ച്. എന്നെ വേണ്ടത് രാജിച്ച് പുറത്തിറങ്ങി മത്സരിക്കാൻ നിന്നപ്പോ ഒരു പാർട്ടിക്കാർ സീറ്റ് കൊടുത്തില്ല. അതിന്റെ പ്രതിഷേധത്തിലാണ് ഓപ്പോ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ശരി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രതീഷ്, എൻ്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പലർക്കും അത്ഭുതമാണ്, എന്തുകൊണ്ടാണ് സുഗതൻ മാഷ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്? പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ അഹോരാത്രം പണിയെടുത്തവനാണ് ഞാൻ. ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ നേതൃസ്ഥാനത്ത് വരെ എത്തിയ എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന് 100% ഉറപ്പ് തന്നതിന്റെ പേരിൽ എന്റെ ജോലി രാജിവെച്ച് മത്സരത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ നാഷണൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എന്നെ പിന്നിൽ നിന്ന് കുത്തി ഏതോ ഒരു വരുത്തനെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. പാർട്ടിയെ വിശ്വസിച്ച എന്നെ ചതിച്ചു. എന്റെ ജോലി പോയി. അഹോരാത്രം പണിയെടുത്ത എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പാർട്ടി എന്നെ കൈവിട്ടാലും ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എന്റെ അവസാന ശ്വാസം വരെ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ സുഗതൻ മാഷെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സോഡ കുടിക്കണോടാ? അവിടെ ഒരു 3 സോഡ പറ. ആ കടയിൽ നിന്ന് വേണ്ട, അവ ഉണ്ടായിരുന്നില്ല അവിടെ. ഈ കടയിലും സോഡ കുടിച്ചിട്ടാ പോയി. അപ്പൊ എന്തായി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനത്തിന്റെ കാര്യങ്ങൾ? അത് റെഡി ആയിട്ടുണ്ട് സാറേ. ഈ നമ്മുടെ UPF-ന്റെ പാരിജാതൻ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ LPF-ന്റെ മന്മഥന്റെ ഒരു ചെറിയതായിട്ട് ഞാനൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. പാരിജാതന്റെ ആയത് അത് കേക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ലല്ലോ, എല്ലാം ശരിയാക്കിടേണം. UPF നാട്ടിൽ വന്നിടണം, വോട്ടൊക്കെ സൂക്ഷിച്ചമർത്തേണം. നമ്മുടെ നാടാകെ ശോഭനമാകുവാൻ
പ്യാരിജാതൻ തന്നെ വന്നിടേണം. ആ അത് കൊള്ളാലോ. പക്ഷെ ഈ പാട്ട് എവിടെയോ ഒരു ട്യൂൺ എവിടെ കേട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ചെയ്തതാ. ആണോ? ആ പക്ഷെ ഗംഭീര ട്യൂണായിട്ട്. താങ്ക് യു സാർ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതെല്ലേ? ആ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ട്യൂൺ വേറെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. അയ്യോ ഞാൻ ഉറക്കളിച്ചിരുന്നുണ്ടാക്കിയത്, അത് പറ്റില്ല. ആ അപ്പൊ അത് ചെയ്യണം കേട്ടോ. സാറേ പാട്ട് പോരാ, താളവും രാഗവും പല്ലവി ഒരു സാധനം എനിക്ക് പറഞ്ഞിട്ടാ. പക്ഷെ ഒരു പതിഞ്ഞ പാട്ടല്ലേ ആളുകൾക്ക് നല്ലത്. ഇങ്ങനെ ആൾക്കാർ ഉറങ്ങിയിട്ട് കേൾക്കും സാറേ. ഇത് ഇലക്ഷനല്ലേ, പ്രചരണല്ലേ സാറേ. വേറെ ട്യൂൺ ഉണ്ടോ? വേറുണ്ട്. ദ്രുപട താളത്തിൽ പന്തുവരാളിയിലെ കീരാങ്കുടുക്ക രാഗത്തിലെ ഒരു 2 ഞാൻ അങ്ങോട്ട് പിടുത്തം പിടിക്കാം. അത് പുതിയ സാധനമാണ് സാറേ. കീരാൻ കൊടുക്ക. അവകാശവാദമായിട്ട് ഒരാളും വരില്ല. അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. വലിയ ഡയലോഗ് വേണ്ട. ഒന്ന് പിടിച്ചോ. ഗംഗലഗാലക ഗംഗലകം ജാലകലം ബംഗലകം ദന്തലകം ഗാലഗലീഗല ഗംഗല ഗാലക ഗാലകലം മന്മത രാജകുമാര വിജയിക്കൂ. മനസ്സിലായി മനസ്സിലായി. ഇനിയുണ്ട്. വേണ്ട വേണ്ട, നമ്മളിപ്പോ നീ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണല്ലോ. അതെ, അത് ചെയ്താൽ മതി കേട്ടാ. സംഗീതമാണ് സാർ. അതെ. അപ്പോ ഈ സ്ഥാനാർത്ഥികള് പിന്നെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് എപ്പോ വരും? നാളെയാണ് വരാൻ പറയണേ. ആര്? പ്യാരിജാതൻ. രണ്ടുപേരും നാളെയാ. അതിനെന്തിനാ ഈ രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ചതെന്ന്? സാറേ ഒന്നിച്ചല്ല, രാവിലെ മന്മഥനും ഉച്ച കഴിഞ്ഞ് പാരിജാതനും, അങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കണേ. ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രൊമോഷൻ വർക്ക് എടുത്തത് നമ്മളാണെന്നുള്ള കാര്യം അവരറിയണ്ട. ഇതിപ്പോ അവരറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവര് നമ്മളറിയല്ലോ. രണ്ടുപേരും നമ്മളറിയുമല്ലോ, നമുക്ക് അവരറിയില്ലെങ്കിൽ. അവര് നമ്മളറിഞ്ഞോട്ടെ, പിന്നെ അവരറിയാതിരിക്കുവോ? എന്റെ സാറെ കഴിവുള്ള വേറെ ആരെങ്കിലും വിളിക്കാമോ? അല്ലാതെ ഇത് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും, അതല്ലേ? ഒന്ന് വായടച്ച് വെക്കാൻ പറ, മണ്ടത്തരം ഇല്ലാതെ വാ തുറന്നാ പറയില്ല. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ നാളെ ഫോട്ടോഷൂട്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് നോക്കാമോ? ഒന്ന് ഫേസ് ലൈറ്റ് നോക്കാം. ഓക്കെ സാർ, ഓക്കെ, നമുക്ക് നോക്കാം. എടുത്തു തുടങ്ങാം. ചെന്നിട്ട് കഴിയും. സാറേ ഈ വലത്തെ കൈ ഒന്ന് പൊക്കിയിട്ടേ ഇടത്തെ കാലൊന്ന് മുമ്പിലോട്ട് വെച്ച് അങ്ങനെ. അത് നിങ്ങൾ മറ്റേ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി വലത്തെ കൈയും വലത്തെ കാലും വെക്കാൻ. നിങ്ങൾ ഇടത്തെ കൈ ഇടത്തെ കാലും പറയും. എൻ്റെ ശരീരത്തിൽ വലത് സൈഡ് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചേക്കാണ്, ഉപേക്ഷിച്ചേക്കണേണ്. മതി സാറിന്റെ സൗകര്യം പോലെ. അങ്ങനെ നിങ്ങൾ വലത് വേണമെന്ന് നിർബന്ധം പിടിച്ച് അത് ശരിയാവൂലല്ലോ. വേണ്ട, ഇടത്തെ കൈ പൊക്കിയാലും മതി. ഇടത്തെ കൈ പൊക്കിയാൽ മതി. നല്ലോണം ഉയർത്തണം. ഈ ചെറിയൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ ആഴ്ച ഒന്ന് വീഴുന്ന കൈ കുത്തി, അപ്പൊ പിന്നെ പൊങ്ങൂല. സാർ ഇങ്ങനെ വെച്ചാലേ രസമുള്ളൂ സാർ. ആ കൈ കുഴപ്പമാണെങ്കിൽ ഈ കൈ ഉയർത്തിക്കോട്ടെ. വലത് വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിയാലും ഇത് പൊക്കെയുള്ളൂ. ഒന്ന് രാഘവ ഒന്ന് ചുമ്മാ നോക്കി നിൽക്കാതെ ഒന്ന് മെല്ലെ രാഘവ. അല്ല അയാളിങ്ങനെ നിന്നാലാ പിടിച്ചിട്ട് കൈ. അയ്യോ അത് പറ്റില്ല. സാർ ഇവിടെ നോക്കാം. സാർ ഇവിടെ നോക്കാം. ഒരെണ്ണെടുത്ത് എന്ത് വൃത്തിയാടാ ഇത്, നോക്കി വീടും. സാറേ നമുക്കേ കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടെ ചിരി വരണം. ഇത് കൈ വേദന എടുക്കുമ്പോ എങ്ങനെയാണ് ചിരിക്കുന്നത്? ഒരു മനുഷ്യൻ വേദനിക്കുമ്പോ ചിരിക്കുവോ? ഫോട്ടോ എടുക്കണ്ടേ? ഒരു കാര്യം പറയാം, രാഘവൻ നന്നായിട്ട് ചിരിക്കും. അപ്പൊ രാഘവന്റെ ചിരി എടുത്ത് ഇടാൻ പറ്റുമോ എന്റെ ചിരിക്ക് പകരം? അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ഒക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. സാറേ അങ്ങനെയല്ല സാറേ, നമ്മള് വയ്ക്കണ കട്ടൗട്ടർക്കൊക്കെ ഒരു ലൈഫ് വേണ്ടേ? ഒരു പറയണ നിങ്ങൾ പെട്ടെന്ന് എടുത്തോണം. എനിക്ക് ചിരിയൊക്കെ ഞാൻ ഒരു കണക്കിനുള്ള ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ റെഡിയല്ലേ? ഇതുപോലെ കൈ ഇതുപോലെ 2-3 ചിരി കാണിക്കൂ. ശരിക്കും എങ്ങനെയാണ് ഇത് പുറത്ത്? സാറേ ഒന്നുകൂടെ ഉള്ളിന്ന് വരട്ടെ സാറേ. ശരിക്കണം സാർ. ഇത് മാറ്റി പിടിക്കാൻ പറ്റുമോ? സാർ ഇയാൾക്ക് സന്തോഷമുള്ള വല്ല പരിപാടിയും കാണിച്ചു. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് പൊക്കി കാണിച്ചാൽ ചിലപ്പോ വീഴും, നോക്കിയാലോ? വല്ലതും പറയൂ. കിട്ടൂല സാറേ. ഓക്കെയാണ് സാറേ. ഇനി ചേട്ടൻ മാറിക്കോ, എടുക്കാം, നമുക്ക് ഫൈൻ എടുക്കാം. സാർ ഇങ്ങോട്ട് നോക്കണേ. സാറേ എന്നെ നോക്കിയാൽ മതി. സാറേ എന്നെ നോക്കണം. അടിച്ചോ അടിച്ചോ അടിച്ചോ.
ഓക്കെ വേറെ ആംഗിൾ എടുക്കാം. ഓക്കെ എടുത്തോ 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 എടുത്തോ. ശരിക്കും സാറേ? ആ ശരി, ആ ശരിക്കും ശരിക്കും. ഒന്ന് ഒന്നിച്ചേ. സാർ ഇനി പതിനെ കൈ താഴ്ത്തിക്കോ, കൈ താഴ്ത്തിക്കോ. ആ അത് സൂപ്പർ പിന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ ചെയ്യുമല്ലോ സാറേ. പിന്നെ ഇന്ന് തന്നെ പ്രചരണത്തിന് ഇറങ്ങണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്നെ പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെ മീറ്റിംഗ്. കൃത്യസമയത്ത് എത്തണേ സാറേ. എന്നാ പിന്നെ ശരി സാർ. ഓ വലിയ പോരം. ഇതിന് ബുദ്ധിയില്ലേ, ചിരിക്കാറിഞ്ഞൂടെ? ഇവരൊക്കെയാണ് സാർ നമ്മളെ ഭരിക്കാൻ പോണേ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.